ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഇന്ന് നമ്മളൊരു കിടിലം പരിപാടി ചെയ്യാൻ പോകുന്നത് കേട്ടോ, നമ്മുടെ ഡ്യൂക്ക് 200. അപ്പം കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരവസരം കിട്ടിയത്. അപ്പോൾ നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല, നമ്മുടെ സ്വന്തം വീടിൻ്റെ മുന്നിലിട്ട് തന്നെയാണ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 17 ഇഞ്ച് വീലിനെ നമ്മൾ അഡ്വഞ്ചർ 390യുടെ 19 ഇഞ്ച് വീലിലേക്ക് മാറ്റാൻ പോകണം കേട്ടോ. അപ്പം 19 ഇഞ്ച് വീല് ഇതിന് പകരം സെറ്റാവില്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ വെച്ച് തന്നെ നോക്കണം. നമ്മളിവിടെ ചിക്കുണ്ട്, നമ്മുടെ അബി ദോസ്ത്, നമ്മുടെ കട്ട ചങ്കാണ്. അപ്പോൾ മച്ചാൻ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ബിക്കോസ് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ ഫിറ്റ് ചെയ്യുമെന്ന് വെച്ച് കുറേ സ്ഥലത്ത് പോയപ്പം എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്, കട്ടയ്ക്ക് പറഞ്ഞാൽ ഇത് ഫിറ്റ് ആവില്ല, ചെയ്യാനൊക്കെ മടി. അപ്പോൾ ഞാനും ഇവനും വിചാരിച്ചു, എന്താ പറയുക, എന്നാൽ പിന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് ചെയ്താലോ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു സംഭവം മാറ്റി വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പം എന്താ പറയുക, ലൈക്ക് ഇപ്പോൾ ഈ ഒരു പോർഷൻ നമ്മുടെ മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ ഞാൻ അഴിച്ചു മാറ്റി. ബിക്കോസ് ഇത് 19 ഇഞ്ച് വരുമ്പോൾ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. അപ്പോൾ നിലവിലുള്ളൊരു ലുക്ക് ഇതാണ് കേട്ടോ വണ്ടിയുടെ. അപ്പോൾ ഇനി 19 ഇഞ്ച് കയറ്റുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ രണ്ട് ടയറിൻ്റെ വെയിറ്റ് ഡിഫറൻസ് എങ്ങനെയുണ്ടോ നോക്കണം. 19 ഇഞ്ച് കയറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. കാരണം നമുക്ക് ചെറിയ കട്ടറൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ വണ്ടിയുടെ ടയറിൻ്റെ വെയിറ്റ് ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് പെർഫോമൻസിന് അഫക്റ്റീവ് ഇല്ലയോ എന്ന് അറിയത്തില്ല. ബിക്കോസ് ഇതൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് പർപ്പസിൽ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ, ഒരു പെർമനൻ്റ് അല്ല. ഇത് വെച്ചതിന് ശേഷം കുറച്ച് ഓടിച്ച് നോക്കി എന്താ പറയുക, പക്ക സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ നമ്മൾ വെക്കുള്ളൂ. സോ ആർക്കും അത് അങ്ങനെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓൺ ദ സ്പോട്ട്. ബിക്കോസ് അത് ഫുൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ വർക്കിലേക്ക് കിടക്കുവാണ്. അപ്പം ഇന്ന് ഞാനും ചിക്കും കൂടിയാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടോ നോക്കാം. നമുക്ക് നേരെ സംഭവങ്ങൾ ഓരോന്നായിട്ട് അഴിച്ചു മാറ്റാനുണ്ട്, എന്നിട്ട് സെറ്റ് ചെയ്യാം. മറ്റേ നമുക്ക് ഇതിൻ്റെ രണ്ടിനും തമ്മിലുള്ളൊരു വെയിറ്റ് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇത് ആക്ച്വലി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ADVയുടെ ടയർ പ്ലസ് അലോയ് വരുമ്പോൾ ഏകദേശം 10 കിലോ ആണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂക്കിൻ്റെ എത്രയാണ് വരുന്നത് നോക്കാം. ഓക്കെ, 8.75. അപ്പം വലിയ ഡിഫറൻസ് ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു നിയർലി 2 കിലോഗ്രാം മാത്രമേ വ്യത്യാസമുള്ളൂ ടയറിന്. അപ്പം അതൊരു വലിയൊരു പ്രോബ്ലം അല്ല. 2 കിലോ ഒരു 4 to 5 kg ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആയാനെ. അപ്പം ഇത് 8.2, അത് 10 പോയിൻറ്റ് സംതിങ്. അപ്പോൾ എന്തായാലും ഒരു 2 കിലോ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ വെയിറ്റ് നോക്കിയിട്ടോ. വെയിറ്റ് നോക്കിയപ്പം ഏകദേശം 2 കിലോയുടെ വ്യത്യാസമുള്ളൂ. ഭയങ്കര ഭീകരമായ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് ഡൗട്ട് ഭയങ്കര വലിയ വ്യത്യാസം ഉണ്ടാവുമെന്നാണ്. കാരണം നമ്മുടെ പാവം 200 ഈ സ്ഥാനത്ത് വലിക്കണ്ടേ. മച്ചന്മാരെ, നമ്മുടെ വണ്ടിയിൽ നമ്മുടെ 19 ഇഞ്ച് ടയർ കയറ്റിയേക്കാണ് കേട്ടോ. അപ്പോൾ എന്താണ് അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു മിസ്റ്റർ ചിക്കു. അപ്പോൾ ഇതൊരു ടെസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യുള്ളൂ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് നമ്മൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ADV390യുടെ ഫ്രണ്ട് ടയറാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത്. ബാക്ക് ടയർ നമ്മുടെ സ്റ്റോക്ക് ഡ്യൂക്കിൻ്റെ തന്നെയാണ്.
നമ്മുടെ പഴയ 17 ഇഞ്ച് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ വന്ന് ഇപ്പോൾ കൊണ്ട് നേരെ വെച്ചടാ വന്ന് അപ്പോൾ അങ്ങ് അറ്റത്തോരെ എത്തിയിട്ടാണ് ഭീകര ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വണ്ടി മാറിയിരിക്കുകയാണ് ഗൈസ്. ഒന്ന് വണ്ടി ശരിക്കും ഒന്ന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഫ്രണ്ട് ഇപ്പോൾ അങ്ങോട്ടൊരു പൊങ്ങി നിൽക്കുന്നൊരു ഫീലുണ്ട്. കാലെത്തുന്ന കാര്യമൊക്കെ കുറച്ച് സീനാണ് കേട്ടോ. എന്തായാലും വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് തന്നെ ഒരു എന്താ പറയുക പൊങ്ങി നിൽക്കുന്നൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഫെൻഡർ ഞാൻ വിചാരിച്ച കുറച്ച് ഭയങ്കര താന്ന് പോകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അങ്ങനെ അത്രയും താന്നൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ ഏകദേശം ഒരു ഓവറോൾ ലുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് നോക്കാം. വണ്ടി ഇപ്പം സ്റ്റാൻഡിട്ട് ഏകദേശം ഇതുപോലെ ഇങ്ങനെ ഒരു ചെരിഞ്ഞാന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ആശാൻ തന്നെ വണ്ടി കയറി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് എന്താണ് ഫീല് കയറിയിരിക്കുമ്പോൾ? ഒരു വലിയ വണ്ടിയിലിരിക്കുന്ന പോലത്തെ ഫീലായി. പഴയ കുഞ്ഞൻ ഡ്യൂക്കിൻ്റെ ഒക്കെ ഒരു മൂഡ് മാറി കുറച്ചുകൂടി ഒരു വലിയ ഡ്യൂക്കായി. ടെസ്റ്റിംഗ് ഓൺ ദ വേ ആണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മളൊരു ഫസ്റ്റ് റൈഡ് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് റൈഡിൽ കുഴപ്പമില്ല. വണ്ടി ശരിക്കും എന്താ പറയുക പൊളിയാണ്. നമുക്ക് കിട്ടിയ അലോയ്ക്ക് ഒരു ചെറിയ ബെൻഡുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്രണ്ട് വീലിൻ്റെ സ്പിന്നിങ് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഗ്രൗണ്ട് ക്ലിയർസ് വീണ്ടും കൂടിയിട്ടോ വണ്ടിയുടെ. പിന്നെ ആ പൊസിഷനും മാറി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഞാനും ചിക്കും കൂടെ ഒന്ന് ജസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കിയതാണ്. അങ്ങനെ ഓടിച്ചിട്ട് പൊളി തന്നെയാണ്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ബിക്കോസ് ഇതൊരു ടെസ്റ്റ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ അകത്ത് ട്യൂബ് ഇട്ടേക്കണേനുണ്ട്. ടയർ ഒരു ചെറിയൊരു സീനായിട്ട് കട്ടായി പോയൊരു ടയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊളച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കറക്റ്റ് പുതിയ ടയർ ഇട്ടാലേ കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ നമ്മൾ കാലിപ്പറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അഴിച്ച് സെറ്റ് ചെയ്താണ് ഒന്ന് ടൈറ്റാക്കി. പക്ഷേ ഓവറോൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ എന്താ ഒരു വേറെ ലെവലായിട്ടോ. വണ്ടി ഒരു എന്താ പറയുക ഒരു വലിയ ലുക്ക് തന്നെ മാറി ആശാൻ. ഈ ടയർ കയറ്റിയെന്ന് ഓർത്ത് അങ്ങനെ വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. എന്താ പറയുക ശരിക്കും ഇപ്പോൾ ആ ഒരു ഇമ്പൾസിൻ്റെ ഒക്കെ അതേ പ്രൊഫൈലാണ് കേട്ടോ. ഫ്രണ്ട് ടയർ 19 ബാക്ക് ടയർ 17. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് നമ്മുടെ ഡ്യൂക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് അപ്പം ഇനി ഇത് വെച്ചിട്ട് കുറച്ച് ഓടിച്ച് നോക്കണം കേട്ടോ. കുറച്ച് സ്ഥലത്തോടെയൊക്കെ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ ഫീഡ്ബാക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് സോ ഫാർ ലുക്ക് വൈസ് ഒന്നും പ്രോബ്ലം ഇല്ല. ഇനി പെർഫോമൻസ് വൈസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഓടിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത പാർട്ട് എന്തായാലും ഒരു കംപ്ലീറ്റ് ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഓവറോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇതാണ്. അപ്പോൾ നമ്മുടെ പഴയ ടയർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ കംപ്ലീറ്റ്ലി മാറ്റുന്നില്ല. എന്തായാലും ചിലപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ ഇവനെ തന്നെ തിരിച്ച് വെക്കേണ്ടി വരും. എന്നാലും ഒരു ചെറിയൊരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്താണ് ഈ ഒരു സംഭവം. ഇവന്മാരെ ഒന്നുകൂടെ ഓടിച്ച് നോക്കാനുണ്ട്. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിരിക്കും. പിന്നെ വണ്ടിയുടെ ഓടിച്ചിട്ട് മാത്രമേ നമുക്കൊരു കറക്റ്റ് ഫീഡ്ബാക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് കാണാനൊക്കെ അടിപൊളിയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക ഓടിച്ച് നോക്കാതെ ഒരിക്കലും നമുക്ക് ഒരാൾക്കും സജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.